നേരെ സൂചിപ്പിച്ചല്ലോ ഖവാരിജിയാക്കൾ മുഅ്തസിലിയാക്കൾ ഓലൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കത് കാണുമ്പോൾ തോന്നും അല്ല മുത്തക്ക് നിങ്ങൾക്ക് അറിയോ അലി റളിയല്ലാഹു തആല കൊന്ന ആൾക്ക് അറിയില്ലേ? അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല കൊന്നല്ലോ. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പം ആ കൊന്ന ചങ്ങാതി എന്ത് ചെയ്തു? ചാക്കിട്ട് പിടിച്ചല്ലോ. ഞാൻ ആ കഥ പറയണില്ല. ഒരേ ദിവസം തന്നെ അംറുൽ അശ്അരി റളിയല്ലാഹു തആലവിനെയും മുആവിയ റളിയല്ലാഹു തആലവിനെയും അലിയാരെയും കൊല്ലാൻ വേണ്ടിയാണ് അന്നത്തെ തബ്ലീഗുകാർ പരിപാടി ഇട്ടത്. അന്ന് ഖവാരിജിയാക്കൾ പരിപാടി ഇട്ടു. ഒരൊറ്റ സമയത്ത് 3 പേരെയും തീയണം, വധിക്കണം. ഇപ്പൊ ഈടിക കയറുമ്പോൾ തന്നെ. പക്ഷെ മറ്റൊരു രണ്ടാളും പാളി. അലിയാരെ വിളിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് 3 ആളെ പോയത്. ആ 3 ആളിൽ ഒരാളെ അപ്പം തന്നെ തിരിച്ചു കൊന്നു, മറ്റൊരുത്തന് ഓടി സലാമത്തായി. ഈ കുത്തിയ ആൾ അബ്ദുറഹ്മാൻ മുൽജിമായിരുന്നു, നെറ്റിക്ക് വെട്ടിയ ആൾ. പിന്നെ അടിയിലും വെട്ടുവാർക്കും വെട്ടിയിട്ടുണ്ട്. അവൻ ഓടുന്ന സമയത്ത് എന്ത് ചെയ്തു? കമ്പിളിപ്പത് പിടിച്ചു. അങ്ങനെ പിടിച്ചിട്ട് അവനെ കയ്യും കാലും കെട്ടി ഹാജരാക്കി. അലി റളിയല്ലാഹു തആല പറഞ്ഞു, തൽക്കാരനോട് നിർത്തി, ഞാൻ ബാക്കിയുണ്ടെങ്കിൽ അവനെ ശിക്ഷ എന്താന്ന് ഞാൻ വിധിച്ചോളാം, ഇല്ലെങ്കിൽ കൊന്നോൻ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് പകരം അവനെ കൊല്ലാന്ന് പറഞ്ഞു. അലിഹു ഷഹീദായി. ഇവനെ പിടിച്ചു. നല്ല താടിയും തലീകെട്ടൊക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. പിടിച്ചു ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ ഖുർആൻ ഓതുക. അതിൽ കൊടുത്തു വെട്ട് കയ്യിൽ. അപ്പൊ വീണ്ടും ഖുർആൻ ഓതുക. ഓരോ അവയവം ഓനെ മുറിച്ചപ്പോഴും ഓൻ ഖുർആൻ നിർത്താതെ ഓതുക. ആര്? ഇത് വിളിക്കുക ഈ ഖവാരിജി. അലിയാരെ കൊന്ന ആള്. നമുക്ക് ഇഖ്ലാസ് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടാവോ അറിയാതെ ആളുകൾ കുടുങ്ങിപ്പോവാണ്. അവസാനം മുറിച്ചിട്ട് നാവ് മുറിക്കാൻ വേണ്ടി നീട്ടാൻ പറഞ്ഞു. നാവ് നീട്ടാൻ പറഞ്ഞു എന്നോട്. അത് മാത്രം പറയാ. അപ്പോൾ കൈ മുറിച്ചിട്ടും കാല് മുറിച്ചിട്ടും ചെവി മുറിച്ചിട്ടും ഒന്നും അനങ്ങാതെ ഖുർആൻ ഓതി ചങ്ങായി നാവ് മുറിക്കാൻ വേണ്ടിയിട്ട് നീട്ടാൻ പറഞ്ഞു. അത് നിങ്ങൾ ചെയ്യല്ലേ? എന്താ ദിക്ർ ചെല്ലട നാവാണത്. നാവങ്ങൾ മുറിച്ചാൽ എനിക്ക് ദിക്ർ ചെല്ലാം, അല്ലാഹുക്ക് ദിക്ർ ചെല്ലാൻ കഴിയൂല. അതാലോചിച്ചിട്ട് ഞാൻ കരുതുന്നു ഏതാണ് എന്താ ഇഖ്ലാസിന്റെ ഊക്ക്. ഇത് ലോക ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാരണം എന്താ? നിങ്ങള് മുജാഹിദ് പഴിച്ചതെന്ന് പറയുമ്പം അത്ര വിഷമം ചിലപ്പോൾ നമുക്ക് തോന്നൂല. ഓൻ്റെ ആ വെട്ടിനാക്കാട്ട താടിയും ആ ഇടി പറ്റിയ തെങ്ങുമുഖ്യമായിട്ടുള്ള മുടിയൊക്കെ പാടെ കണ്ടാൽ തന്നെ, പിന്നെ എൻ്റെ കയ്യെട്ടലും അങ്ങനെ തന്നെയാണോ, ഡേഞ്ചർ കെട്ടാണ്. തറാഖി 8 റക്അത്താണ്. പെണ്ണുങ്ങളെ വലിച്ച് പള്ളിക്കൊക്കെ കൊണ്ടുപോകും ചോദിച്ചു. പിന്നെ എല്ലാം വരച്ചു കൊടുത്തും വിട്ടു. ഇങ്ങനെയൊക്കെ പാടെ ആകുമ്പോൾ നമുക്ക് ജമാഅത്ത് സ്വാമി അങ്ങനെ തന്നെയാണ്. തബ്ലീഗ് അങ്ങനെയല്ല. ഒലി ഇറച്ചിക്ക് വെക്കുന്നമാതിരി അങ്ങോട്ട് തട്ടിയാലും ഇങ്ങോട്ട് പ്രതികരിക്കൂല. വീണോട്ട് അവിടെ കിടക്കുക തന്നെ. കണ്ട അങ്ങ് തിരിച്ചിട്ടുമാണ്. കണ്ട നല്ല സുന്നി വേഷം. എന്നാൽ സുന്നി കളി കൂടുമ്പോൾ മൗലൂദിന് കൂടുന്നുണ്ട് ദ്വാരക്കാൻ ഓർക്ക് തത്താ കുഴപ്പോ നിങ്ങൾ ഇങ്ങനെ. ഇതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്? നിങ്ങൾ മുത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇതിൻ്റെ വേറെ പതിപ്പുണ്ട്. ഭാഗ്യമായി എത്ര നന്നായാലും ശരി, അവർ വിശ്വാസം പേക്കുന്ന കാലത്തോളം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസം പഴിച്ചു പോയാൽ നരകത്തിന്റെ അടിയിലെ തട്ടിൽ തന്നെ. അത് പുത്തൻ ആശയങ്ങൾ ഓരോന്നും അങ്ങനെയാണ്. പക്ഷെ ഓരോന്നിനും ഓരോ സ്വഭാവം ഉണ്ടാവും. മുജാഹിദിന്റെ സ്വഭാവമല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമിക്ക്, ആ സ്വഭാവമല്ലല്ലോ ഖാദിയാനിക്ക്, അസ്വഭാവമല്ലല്ലോ ചേകനൂരിന്. അതേപോലെ സ്വഭാവ തബ്ലീഗിന് വ്യത്യസ്ത സ്വഭാവമാണെന്ന് മാത്രം. അത് ഒത്തുവരുന്ന ഒരു സ്ഥലത്താവും, വേറെ കോലത്തിലാവും ഉണ്ടാവുക.